ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എല്ലാ വിദ്യാർത്ഥികളും ഹൃദിസ്ഥമാക്കേണ്ട ചില ബൈബിൾ വചനങ്ങളുണ്ട്. അതെല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുക. പാഠഭാഗങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ലഭിക്കാനും ഏറെ സഹായിക്കുന്നതാണ് ഈ തിരുവചനങ്ങൾ. പഠിക്കാൻ കഴിവ് കുറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയുന്ന വചനങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രവേശിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അവരുടെ പഠന മേഖലകളൊക്കെ അനുഗ്രഹിക്കപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ ഓരോ വിഷയങ്ങളുടെയും പുസ്തകത്തിലോ ബുക്കിലോ ഒക്കെ ചെറുതായി ഇനി പറയുന്ന വചനങ്ങളൊക്കെ എഴുതി വെച്ച് പഠിക്കുന്നതിന് മുമ്പായി ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് അഭിഷേകത്താൽ നിറഞ്ഞു പഠിക്കാനായിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും, മനസ്സിനെ ശക്തിപ്പെടുത്തും. അതിലൂടെ ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ എല്ലാ ബുക്കിലും ഇങ്ങനെ ഓരോരോ വചനങ്ങൾ ഞാൻ എഴുതി വയ്ക്കുമായിരുന്നു. ഓരോ വിഷയങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ആ വിഷയത്തിനായി എഴുതി വച്ചിരിക്കുന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പഠിച്ചിരുന്നത്. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, സംസ്കൃതത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ച വചനം ഇതായിരുന്നു: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോ വിഷയങ്ങൾക്കും ഓരോരോ വചനങ്ങളായിരുന്നു. ബുദ്ധിമുട്ടുണ്ടായിരുന്ന സംസ്കൃതത്തിന് പിന്നീട് ഞാൻ ക്ലാസ്സിൽ ഒന്നാമതെത്തിയ ഒരു അനുഭവ സാക്ഷ്യവും നിങ്ങളോട് മുമ്പൊരിക്കൽ പങ്കുവച്ചിട്ടുള്ളതാണ്. ഞാൻ മാതാപിതാക്കളാണ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മക്കൾക്കായി ഈ വചനങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് കുഞ്ഞുങ്ങളോട് പറയുക. അതുപോലെ OET, IELTS, RN, B2 തുടങ്ങിയ പലവിധ പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം പറഞ്ഞ് നിങ്ങൾക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളുടെ ഓരോ മൊഡ്യൂൾസിനും ഓരോരോ വചനങ്ങൾ വെച്ച് നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കും വലിയ ഒരു വിജയം കരസ്ഥമാക്കാനായിട്ട് പറ്റും. ഈ ഒരു മേഖലയിൽ ഒത്തിരി മക്കൾ എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് തവണ OET ഒക്കെ എഴുതിയിട്ടും കിട്ടുന്നില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുവചനം: വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം: എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഏശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 13-ാം തിരുവചനം: കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ഫിലിപ്പി 4:13: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനം: നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം: ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 1-ാം തിരുവചനം: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഏശയ്യായുടെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. 1 സാമുവേൽ 3:19 വചനം: കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. എന്തെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂവിന് വേണ്ടിയൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഈ വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം: നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. ഈ വചനങ്ങളൊക്കെ ഇന്ന് തന്നെ നിങ്ങൾ ഹൃദിസ്ഥമാക്കിക്കോളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ച് ഓരോ വിഷയത്തിനും ഇതിലെ ഓരോ വചനങ്ങൾ വെച്ച് നിങ്ങൾ ക്രമീകരിച്ച് ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് അഭിഷേകത്താൽ നിറയും. നിങ്ങളുടെ ബുദ്ധിയെ, മനസ്സിനെ, ചിന്തയെ, ഭാവനയെ, ഓർമ്മയെ പരിശുദ്ധാത്മാവ്
വചനത്താൽ നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. നിങ്ങളുടെ പഠന മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.